ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, പരിചയപ്പെട്ടത്? ഓർത്തു നോക്കൂ. അതെ, അംശം ഒന്നായ ഭിന്നസംഖ്യകളുടെ ഗുണനം, അതായത് ഭാഗങ്ങളുടെ ഭാഗം അല്ലേ? ചില പഠനോപകരണങ്ങളുടെ സഹായത്തോടെ നിങ്ങൾ തന്നെയാണ് അതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചത്. നിങ്ങളുടെ ഉത്തരങ്ങൾ അധ്യാപകർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? അവർക്ക് സന്തോഷമായിട്ടുണ്ടാകും. നിങ്ങളോട് ഞാനൊരു കാര്യം ഏൽപ്പിച്ചിരുന്നു, ഓർത്തു നോക്കൂ. എന്തായിരുന്നു അത്? അതെ, ചോദ്യനിർമ്മാണം. ഗണിതത്തിലെ പാഠഭാഗത്തിന് വെളിയിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് അധ്യാപകർക്ക് അയച്ചു കൊടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. നിങ്ങൾ ചെയ്തോ? ഓക്കെ മക്കളെ, ഗുഡ്. ചോദ്യങ്ങൾ ഉണ്ടാക്കി അല്ലേ? ഗണിതത്തെ അടുത്തറിയാനും ഗണിതത്തിൻ്റെ അടിത്തറ പാകാനും ഈ ഒരു ചോദ്യനിർമ്മാണം വളരെ നല്ലതാണ്. മക്കൾ ഓരോ പാഠഭാഗം കഴിയുമ്പോഴും നിങ്ങളുടെ രീതിയിൽ, നിങ്ങൾക്കാവുന്ന രീതിയിൽ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ അല്ലാതെ ചോദ്യങ്ങൾ ഉണ്ടാക്കി ഒരു പതിപ്പാക്കി തയ്യാറാക്കി വെക്കണേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്രോഡീകരിച്ചത് എന്താണ്? അംശമൊന്നായ ഭിന്നസംഖ്യകളുടെ ഗുണനം. ഓക്കെ, അതിന് ഉത്തരം നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തിയത്? ഭിന്നസംഖ്യകളുടെ ഗുണനം നിങ്ങൾ എങ്ങനെയാണ് ചെയ്തത്? ഉദാഹരണത്തിന് 3/1 2 ഭാഗം. ഉത്തരം എന്തായിരുന്നു? 6 അല്ലേ? എങ്ങനെയാണ് 6 കിട്ടിയത്? ചോദ്യത്തിലെ ഭിന്നസംഖ്യകളുടെ ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ച് 3ഉം 2ഉം ഗുണിച്ചപ്പോൾ 6 കിട്ടി. 1 അതെ, 1 1ഉം 1ഉം ഗുണിച്ചതാണ് 1. ഇതിനുള്ള എളുപ്പവഴി അന്ന് തന്നെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ? മിടുക്കന്മാർ. ഉദാഹരണമായി 3/1 2 ഭാഗം കണ്ടെത്തിയത് എങ്ങനെയാണ്? ഉത്തരം പറഞ്ഞോളൂ കൂട്ടുകാരെ. എന്താണ് ഉത്തരം? ആദ്യം ഛേദത്തെ തമ്മിൽ ഗുണിച്ച് ഛേദമായി എഴുതി. അംശം 1 തന്നെയായിരുന്നു, പക്ഷേ ആ 1 എങ്ങനെ കിട്ടിയതാണ്? 1നെ 1 കൊണ്ട് ഗുണിച്ചാലും 1 അല്ലേ? 3/1 2 ഭാഗം, അതായത് 1/3 ഗുണിക്കണം 2, അത് 6/1. ശരി മക്കളെ, വളരെ നന്നായി നിങ്ങൾ ഉത്തരം പറഞ്ഞു. അടുത്തതായി ചില മനക്കണക്കുകൾ ചോദിക്കട്ടെ? റെഡിയല്ലേ മക്കളെ? ശരി, റെഡിയായി നിന്നോളൂ. പുസ്തകവും പേനയും പെൻസിലും വേണ്ട, മനക്കണക്കാണ്. യെസ്, ചോദ്യം 1/6 × 1/7. ഉത്തരം പറഞ്ഞോളൂ. അതെ, 1/42. 1/10 × 1/3. ഉത്തരം 1/30. 7/1 2 ഭാഗം. പറഞ്ഞോളൂ ഉത്തരം. അതെ, 14/1. ഇങ്ങനെ മനക്കണക്കുകൾ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താനും വേഗത്തിൽ ഉത്തരം പറയാനും നമ്മളെ ശീലിപ്പിക്കും. അത് നല്ലതല്ലേ കുഞ്ഞുങ്ങളെ? മിനി അവളുടെ പറമ്പിലെ ചക്കയും മാങ്ങയും പഴവും കൂടാതെ കുറച്ച് മുന്തിരിയും ഒക്കെ വാങ്ങി
മിക്സഡ് ഫ്രൂട്ട് ജാം ഉണ്ടാക്കി. നന്നായി നല്ല രുചിയിൽ ആ ഫ്രൂട്ട് ജാം ഉണ്ടാക്കി. തൂക്കി നോക്കിയപ്പോൾ 2 കിലോഗ്രാമാണുള്ളത്. അവളത് ഒരേപോലെ തുല്യമായി 3 കുപ്പികളിലായി നിറച്ച് സൂക്ഷിച്ചു വെച്ചു. അതാണ് മക്കളെ നിങ്ങൾ ഇവിടെ കാണുന്നത്. 2 കിലോഗ്രാം ഫ്രൂട്ട് ജാം 3 കുപ്പികളിലായി തുല്യമായി അടച്ച് വെച്ചിരിക്കുന്നു. മക്കളെ, ആകെയുള്ളത് 2 കിലോഗ്രാമാണ്. അത് 3 പാത്രങ്ങളിൽ തുല്യമായി വെച്ചിരിക്കുകയാണ്. ഒരു കുഞ്ഞു ചോദ്യം ചോദിക്കട്ടെ. 2 കിലോഗ്രാം ഫ്രൂട്ട് ജാം 3 കുപ്പികളിലായി തുല്യമായി നിറച്ചു വെച്ചു. ഓരോന്നിലും ഉള്ളത് എത്ര കിലോഗ്രാമാണ്? അതെ, 3/2 കിലോഗ്രാം അല്ലേ? അത് 2 കിലോഗ്രാമിൻ്റെ എത്ര ഭാഗമാണ്? 2 കിലോഗ്രാമിൻ്റെ 1/3 ഭാഗം. നമുക്കത് എഴുതി നോക്കാം. അതായത് 2 കിലോഗ്രാം 3 കുപ്പികളിലായി തുല്യമായി വെച്ചാൽ ഓരോന്നിലുമുള്ളത് 3/2 കിലോഗ്രാമാണ്. ഈ 3/2 കിലോഗ്രാം 2 കിലോഗ്രാമിൻ്റെ 1/3 ഭാഗമല്ലേ? നമുക്കൊന്ന് അത് ബോർഡിൽ എഴുതാം. അതായത് 3/2 കിലോഗ്രാം. ഈ 3/2 കിലോഗ്രാം എന്നത് 2 കിലോഗ്രാമിൻ്റെ 1/3 ഭാഗമല്ലേ? അത് 2 കിലോഗ്രാമിൻ്റെ 1/3 ഭാഗമല്ലേ? മിനി എല്ലാ ദിവസവും വീട്ടിലെ ആവശ്യത്തിനായി 1 കുപ്പിയിലെ ഫ്രൂട്ട് ജാമിൻ്റെ 1/4 ഭാഗം ഈ ഒരു കപ്പിൽ എടുത്തു വെക്കും. അതാണ് അവർ ഒരു ദിവസം കഴിക്കുന്നത്. അപ്പോൾ മിനിയുടെ മകൾ അമ്മുവിനൊരു സംശയം. അമ്മു പഠിക്കുന്നത് 6ാം ക്ലാസ്സിലാണ്. ഭിന്നസംഖ്യ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അമ്മുവിന് ഒരു സംശയം. ഓരോ ദിവസവും അമ്മ കപ്പിലെടുക്കുന്ന ഫ്രൂട്ട് ജാം ആകെയുള്ളതിൻ്റെ എത്ര ഭാഗമാണ്? അത് എത്ര കിലോഗ്രാമാണ്? അമ്മുവിൻ്റെ സംശയം ശരിയല്ലേ? അമ്മുവിൻ്റെ സംശയം നമുക്ക് തീർത്തു കൊടുക്കണ്ടേ? നമുക്കൊന്നിച്ച് ഒറ്റക്കെട്ടായി ഉത്തരങ്ങൾ പറയാം. ഉത്തരങ്ങൾ പറയുന്നതിന് മുന്നേ നമ്മുടെ ചോദ്യത്തെ ഒന്നുകൂടി വിശകലനം ചെയ്ത് നോക്കാം. എന്നിട്ടല്ലേ ഉത്തരത്തിലെത്താൻ പറ്റൂ. ശരി മക്കളെ, ആകെയുള്ള ഫ്രൂട്ട് ജാം എത്രയാണ്? പറഞ്ഞോളൂ. അതെ, അത് 2 കിലോഗ്രാം. എത്ര കുപ്പികളിലായാണ് തുല്യമായി വീതിച്ച് വെച്ചത്? അതെ, അത് 3 കുപ്പികളിൽ. അങ്ങനെയാണെങ്കിൽ ഓരോ കുപ്പികളിലുമുള്ളത് എത്ര കിലോഗ്രാമാണ്? 3/2 കിലോഗ്രാം അല്ലേ? ഈ 3/2 കിലോഗ്രാമിൻ്റെ 1/4 ഭാഗമാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അത് കണ്ടെത്താൻ എന്തായിരിക്കും ഗുണനക്രിയ? നമുക്ക് നമ്മൾ പഠിച്ച വഴിയിലൂടെ ഇത് പറഞ്ഞു നോക്കാം. അതായത് 2 കിലോഗ്രാമിൻ്റെ 1/3 ഭാഗത്തിൻ്റെ 4/1 ഭാഗമാണ് കപ്പിൽ എടുക്കുന്നത്. ഇത് സംഖ്യകൾ മാത്രമായി പറയാം. ഒന്ന് എഴുതി നോക്കാം. മക്കൾ പറഞ്ഞോളൂ. അതായത് 2 ഗുണിക്കണം 3/1 ഗുണിക്കണം 4/1. ഇതല്ലേ ഗുണനക്രിയ? 2 കിലോഗ്രാമിൻ്റെ 1/3 ഭാഗത്തിൻ്റെ 4/1 ഭാഗം. ശരിയല്ലേ മക്കളെ? ഇനി ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കൂ. 3/1 4/1 എത്രയാണ്? ചോദ്യം തീരുന്നതിന് മുമ്പേ തന്നെ ആതിര ഉത്തരം പറഞ്ഞല്ലോ. ഗുഡ് മോളോ. ആതിരയുടെ ഉത്തരം 12/1. അതായത് 3/1 4/1 ഭാഗം നമുക്കതറിയാം. 12/1 അതുകൂടി നമുക്ക് എഴുതാം.
2ൻ്റെ 1/12 മിനി ദിവസവും അവരുടെ ആവശ്യത്തിനായി എടുക്കുന്നത്. ഇനി 2ൻ്റെ 1/12 എങ്ങനെ കണ്ടെത്തും? പറഞ്ഞു നോക്കൂ. ഇതിനെ നമുക്ക് 2ൻ്റെ 1/12 എന്ന് പറയാമല്ലോ. അങ്ങനെയാണെങ്കിൽ 2ൻ്റെ 1/12 എത്രയാണ്? യെസ്, എത്രയാണ്? 12ൽ 2 ഭാഗം. 2ൻ്റെ 1/12 നമ്മൾ പഠിച്ചതാണ്. അത് 12ൽ 2 ഭാഗമാണ്. 12ൽ 2 എന്നത് നമുക്കൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്തുകൂടെ? ഒന്നുകൂടി ലളിതമാക്കിക്കൂടെ? 12ൽ 2 എന്നത് 6ൽ എത്രയായിരിക്കും? നോക്കൂ, 6ൽ എത്രയാണ്? യെസ്, 6ൽ 1. 2ൻ്റെ 1/12 12ൽ 2. നമുക്കറിയാം, മടങ്ങും ഭാഗവും നമ്മൾ പഠിച്ചതാണ്. അവിടെ നമ്മൾ കണ്ടെത്തിയതാണ് ഒരു ഭിന്നസംഖ്യയെ എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പവഴി നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കണ്ടെത്തിയപ്പോൾ നോക്കൂ, ഉത്തരം 12ൽ 2 അത് 6ൽ 1. അതായത് 2 കിലോഗ്രാം ഫ്രൂട്ട് ജാം 3 കുപ്പികളിൽ തുല്യമായി എടുത്തു വെച്ചാൽ ഓരോ കുപ്പിയിലുമുള്ളത് 3ൽ 2 കിലോഗ്രാം ആണ്. 3ൽ 2 കിലോഗ്രാം എന്നത് 2 കിലോഗ്രാമിൻ്റെ 1/3 ഭാഗവും കൂടിയാണ്. അതിൻ്റെ 1/4 ഭാഗമാണ് ദിവസവും വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി കപ്പിൽ എടുത്തു വെക്കുന്നത്. അത് ഗുണനക്രിയയായി പറഞ്ഞാൽ 2ൻ്റെ 1/3 4/1 ഭാഗമാണ്. അതായത് 1/3 4/1 എന്നത് 12ൽ 1 2 കിലോഗ്രാമിൻ്റെ 12ൽ 1 ഭാഗമാണ് കപ്പിൽ എടുക്കുന്നത്. അതെത്രയാണ്? 12ൽ 2 കിലോഗ്രാം. അതായത് 6ൽ 1 കിലോഗ്രാം. മനസ്സിലായല്ലോ മക്കളെ? 2ൻ്റെ 1/3 ഭാഗത്തിൻ്റെ 4/1 ഭാഗം എന്നത് നമുക്ക് മറ്റൊരു രീതിയിലും എഴുതി നോക്കിയാലോ? അല്ലേ? എങ്ങനെ എഴുതും? അതെ, നിങ്ങൾ പറഞ്ഞതുപോലെ 2ൻ്റെ 1/3 എന്നത് 3ൽ 2. അത് നമുക്ക് എഴുതി നോക്കാം. 3ൽ 2ൻ്റെ 1/4 ഭാഗം എന്ന് പറയാമല്ലോ. അതായത് 3ൽ 2ൻ്റെ 4/1 ഭാഗം. ഉത്തരം നമ്മൾക്ക് നേരത്തെ ലഭിച്ചതാണ്. എന്തായിരുന്നു ഉത്തരം? പറഞ്ഞോളൂ. അതെ, 12ൽ 2. ഈ ഉത്തരം ടീച്ചർ എഴുതുകയാണേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് 1 അംശമായ ഭിന്നസംഖ്യകളുടെ ഗുണനമായിരുന്നു. ഇവിടെ നോക്കൂ മക്കളെ, അതാണോ ഉള്ളത്? അതെ, അല്ല. നിങ്ങൾ പറഞ്ഞതുപോലെ 3ൽ 2 എന്നത് 1 അംശമായ ഭിന്നമല്ല. എന്തായാലും ഉത്തരം നമുക്ക് നേരത്തെ അറിയുന്നത് കൊണ്ട് നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂളിലെ സുധീഷ് മാഷും ഭാര്യ അഞ്ജു ടീച്ചറും ഈ കോവിഡ് കാലത്ത് അവരുടെ അടുത്തുള്ള കുറച്ച് വീടുകളിലെ ആൾക്കാരെ സഹായിക്കാൻ തീരുമാനിച്ചു. തങ്ങളാൽ കഴിയും വിധം സഹായം എത്തിക്കാൻ തീരുമാനമെടുത്തു. അതിനായി ഭക്ഷ്യക്കിറ്റുകൾ ഒരുക്കുകയാണ് വീട്ടിൽ. അച്ഛനും അമ്മയും ഭക്ഷ്യക്കിറ്റ് ഒരുക്കുന്നത് കൗതുകത്തോടെ അമ്പാടി നോക്കി നിന്നു. അച്ഛൻ 500 ഗ്രാം പഞ്ചസാരയുടെ പാക്കറ്റ് എടുത്തു. പിന്നീട് 4 ചെറിയ സഞ്ചികളിൽ ഈ 500 ഗ്രാം പഞ്ചസാര തുല്യമായി എടുത്തു വെച്ചു. അമ്പാടി കണ്ടത് അച്ഛൻ 500 ഗ്രാം പഞ്ചസാര തുല്യമായി 4 പാക്കറ്റുകളിൽ നിറക്കുന്നതാണ്. കൂട്ടുകാരെ കണ്ടല്ലോ, 500 ഗ്രാം അഥവാ 1/2 കിലോഗ്രാം പഞ്ചസാരയാണ് ഈ 4 പാക്കറ്റുകളിലും കൂടെ ആകെ ഉള്ളത്. അതായത്
1/2 കിലോഗ്രാം പഞ്ചസാരയെ 4 തുല്യ ഭാഗങ്ങളിലാക്കിയാണ് ഈ ചെറിയ പാക്കറ്റുകളിൽ നിറച്ചിരിക്കുന്നത്. പിന്നീട് അച്ഛൻ അമ്പാടിയോട് പറഞ്ഞു, മോനെ, മോനിങ് വന്നേ, നമ്മുടെ അബൂക്കാൻ്റെ വീട്ടിൽ ഈ കിറ്റ് മോൻ കൊണ്ടുപോയി കൊടുക്കണം. അമ്പാടി തയ്യാറായി. അച്ഛൻ അബൂക്കക്കായി തയ്യാറാക്കിയ ഭക്ഷ്യക്കിറ്റിൽ ഈ 4 ചെറിയ പഞ്ചസാര പാക്കറ്റുകളിൽ നിന്നും 3 എണ്ണം എടുത്ത് കിറ്റിലേക്ക് വെച്ചു. 4 ചെറിയ പാക്കറ്റുകളിൽ നിന്നും 3 എണ്ണം എടുത്ത് അബൂക്കയുടെ ഭക്ഷ്യക്കിറ്റിലേക്ക് വെച്ചു. പിന്നീട് അമ്പാടിയോട് അത് അബൂക്കയുടെ വീട്ടിലേക്ക് കൊടുക്കാൻ പറഞ്ഞു. അബൂക്കയുടെ വീട്ടിലേക്ക് പോകുന്ന യാത്രാമധ്യേ അമ്പാടി ചിന്തിച്ചു, അബൂക്കയുടെ ഭക്ഷ്യക്കിറ്റിൽ ആകെയുള്ള പഞ്ചസാരയുടെ എത്ര ഭാഗമാണുള്ളത്? അത് എത്ര കിലോഗ്രാമാണ്? അവനറിയാം, അത് 500 ഗ്രാം പഞ്ചസാരയാണ് 4 പാക്കറ്റുകളിൽ തുല്യമായി നിറച്ചത്. അതിൽ 3 പാക്കറ്റുകളാണ് അബൂക്കയുടെ കിറ്റിൽ ഉള്ളത്. അങ്ങനെയെങ്കിൽ അമ്പാടിയുടെ സംശയത്തിന് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ഉത്തരം കൊടുത്തുകൂടെ? നിങ്ങൾ റെഡിയല്ലേ? ശരി, നമുക്കത് പറഞ്ഞുകൊണ്ട് ബോർഡിൽ ചെയ്തു നോക്കാം. 500 ഗ്രാം പഞ്ചസാര 4 പാക്കറ്റുകളിലായാണല്ലോ നിറച്ചത്. 4 പാക്കറ്റുകളിൽ തുല്യമായാണ് നിറച്ചത്. അതായത് 1/2 കിലോഗ്രാം പഞ്ചസാര 4 പാക്കറ്റുകളിൽ തുല്യമായി നിറച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു പാക്കറ്റിൽ എത്ര കിലോഗ്രാം പഞ്ചസാര ഉണ്ടായിരിക്കും? നമുക്ക് നോക്കാം. 1/2 കിലോഗ്രാമിൻ്റെ 1/4 ഭാഗമാണല്ലോ ഓരോ ചെറിയ സഞ്ചിയിലും ഉള്ളത്. അങ്ങനെയുള്ള 3 സഞ്ചികളാണല്ലോ ഭക്ഷ്യക്കിറ്റിൽ നിറച്ചത്. എങ്കിൽ അത് ഗുണന രൂപത്തിൽ എഴുതി നോക്കാം. അതായത് 1/2 ഗുണിക്കണം 4/1 ഗുണിക്കണം 3. 3 പാക്കറ്റുകളാണ് വെച്ചത്. 1/2 കിലോഗ്രാമിൻ്റെ 4/1 3 പാക്കറ്റുകളാണ് ഭക്ഷ്യക്കിറ്റിൽ വെച്ചത്. അത് ഗുണന രൂപത്തിൽ എഴുതിയാൽ 2/1 ഗുണിക്കണം 4/1 ഗുണിക്കണം 3. ഇനി നമുക്ക് ഉത്തരം കണ്ടെത്താം. ഇവിടെ 1/2 കിലോഗ്രാമിൻ്റെ 1/4 ഭാഗം എന്നാൽ എത്രയാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണല്ലോ. പറയൂ മക്കളെ. അതെ, അത് 8/1 കിലോഗ്രാം. ഇനി അതിൻ്റെ 3 പാക്കറ്റുകളാണല്ലോ വെച്ചത്. അങ്ങനെയാണെങ്കിൽ ആ ഭക്ഷ്യക്കിറ്റിലുള്ള പഞ്ചസാര 8/1 3 മടങ്ങായിരിക്കില്ലേ? അല്ലേ മക്കളെ? 8/1 3 മടങ്ങ്. എങ്കിൽ പറയൂ, 8/1 3 മടങ്ങ്. അതായത് 8/3 കിലോഗ്രാമാണ് ഭക്ഷ്യക്കിറ്റിൽ അച്ഛൻ വെച്ചത്. പഞ്ചസാരയുടെ തൂക്കം 8/3 കിലോഗ്രാമാണ്. ഇനി ഇതിന് നമ്മൾ മറ്റൊരു രീതിയിൽ ചിന്തിച്ചു നോക്കാം. അതായത് 1/2 കിലോഗ്രാമിൻ്റെ 4/1 3 മടങ്ങ്. 4/1 3 മടങ്ങ് എത്രയാണ്? അതെ, അത് 3/4 അല്ലേ? അങ്ങനെ ചിന്തിച്ചാലോ? 1/2 കിലോഗ്രാമിൻ്റെ 3/4 ഭാഗം. നമുക്ക് ഉത്തരം നേരത്തെ തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതെത്രയാണ്? ഇതേ ഉത്തരം തന്നെ, 8/3 കിലോഗ്രാം. അതായത് 2 തരത്തിലാണ് നമ്മൾ ചിന്തിച്ചത്. 1/2 കിലോഗ്രാമിൻ്റെ 1/4 ഭാഗത്തിൻ്റെ 3 മടങ്ങ് എന്നത് 1/2 കിലോഗ്രാമിൻ്റെ 1/4 ഭാഗം എന്നത് 8/1, അതിൻ്റെ 3 മടങ്ങ്, അതായത് 8/3. ഇവിടെ മറ്റൊരു തരത്തിൽ 1/4 ഭാഗത്തിൻ്റെ 3 മടങ്ങ് 3/4, അതായത് 2/1 3/4 ഭാഗം, അത് 8/3. അതായത് അബൂക്കയുടെ ഭക്ഷ്യക്കിറ്റിൽ 8/3 കിലോഗ്രാം പഞ്ചസാരയാണ് ഉള്ളത്. 8/3 കിലോഗ്രാം എന്നത് എത്ര ഗ്രാം ആയിരിക്കും?
ഒന്ന് ചിന്തിച്ചുത്തരം പറഞ്ഞേ. ഞാൻ കേൾക്കുന്നത് ദേവദാസിൻ്റെ ശബ്ദമാണ്. ദേവദാസ് പറയുന്നത് 1/2 കിലോഗ്രാം എന്നത് 500 ഗ്രാം അല്ലേ ടീച്ചറെ? 1/4 കിലോഗ്രാം എന്നത് 250 ഗ്രാം അല്ലേ ടീച്ചറെ? അങ്ങനെയാണെങ്കിൽ 250ൻ്റെയും പകുതിയല്ലേ 8-1 കിലോഗ്രാം? അത് 125 ഗ്രാമാണ്. 125 ഗ്രാമിൻ്റെ 3 പാക്കറ്റുകളല്ലേ ഭക്ഷ്യക്കിറ്റിൽ വെച്ചത്? 125ൻ്റെ 3 മടങ്ങ് എത്രയാണ്? 375. അതായത് 8-3 കിലോഗ്രാം എന്നത് 375 ഗ്രാമാണ്. മക്കളെ മനസ്സിലായില്ലേ? 8-3 കിലോഗ്രാം എന്നത് 375 ഗ്രാമാണ്. അതായത് സുധീഷ് സർ മകനായ അമ്പാടിയുടെ കയ്യിൽ അബൂക്കക്ക് കൊടുത്ത കിറ്റിൽ വെച്ച പഞ്ചസാരയുടെ അളവ് 375 ഗ്രാം, 8-3 കിലോഗ്രാം. ഇതൊക്കെ നോട്ടിലേക്ക് എഴുതണേ. നോക്കൂ മക്കളെ, നമ്മൾ കണ്ട 2 പ്രവർത്തനങ്ങളിൽ ചെയ്ത കാര്യങ്ങളാണ് ബോർഡിലുള്ളത്. ജാമിൻ്റെ പ്രവർത്തനത്തിൽ 3/2 കിലോഗ്രാമിൻ്റെ 1/4 ഭാഗം, അത് ഉത്തരം കിട്ടിയത് 12/2. അതായത് 3/2 ഗുണിക്കണം 4/1 സമം 12/2. രണ്ടാമത്തെ ഭക്ഷ്യക്കിറ്റിൻ്റെ കണക്കിലോ 2/1ൻ്റെ 4/3 ഭാഗം, അതായത് 8/3. 2/1 ഗുണിക്കണം 4/3, 8/3 ഉത്തരം. ഇനി നിങ്ങളോടായി ഒരു കുഞ്ഞ് ചോദ്യം. ഈ 2 ഉദാഹരണങ്ങളിലും ഉത്തരത്തിലേക്ക് എത്താനുള്ള എന്തെങ്കിലും എളുപ്പവഴി നിങ്ങളുടെ മനസ്സിൽ തെളിയുന്നുണ്ടോ? ഏത് 2 ഭിന്നസംഖ്യകളുടെ ഗുണനത്തിനും ഉത്തരം കിട്ടാനുള്ള ഒരു വഴി ആലോചിച്ച് നോക്കൂ. യെസ്, നിങ്ങൾ പറയുന്നത് തന്നെയാണ് ശരി. പറഞ്ഞതെന്താണ്? അംശത്തെ അംശം കൊണ്ട് ഗുണിച്ച് അംശമായി എഴുതുക, ഛേദത്തെ ഛേദം കൊണ്ട് ഗുണിച്ച് ഛേദമായി എഴുതുക. ഇവിടെ നോക്കൂ, 2 ഗുണിക്കണം 1 സമം 2, 3 ഗുണിക്കണം 4 സമം 12. അതായത് ന്യൂമറേറ്ററുകൾ തമ്മിൽ ഗുണിച്ച് ന്യൂമറേറ്ററായി എഴുതി, ഡിനോമിനേറ്റർ തമ്മിൽ ഗുണിച്ച് ഡിനോമിനേറ്ററായി എഴുതി. രണ്ടാമത്തെ ഉദാഹരണം പരിശോധിക്കൂ. അംശമായ 1നെ അംശമായ 3 കൊണ്ട് ഗുണിച്ചപ്പോൾ ഉത്തരമായ ഭിന്നസംഖ്യയിലെ അംശം കിട്ടി. 2നെ 4 കൊണ്ട് ഗുണിച്ചപ്പോൾ 8 കിട്ടി. ഇനി നിങ്ങൾ കണ്ടെത്തിയ വഴി നമുക്കൊന്ന് ക്രോഡീകരിച്ച് പറഞ്ഞാലോ? നിങ്ങൾ റെഡിയല്ലേ? നമുക്കൊന്നിച്ച് പറയാം. ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ അംശങ്ങൾ തമ്മിൽ ഗുണിച്ച് അംശമായും ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ച് ഛേദമായും എഴുതിയാൽ മതി. ബോർഡിൽ ഒരു ചോദ്യം കണ്ടല്ലോ. എന്താണ് ചോദ്യം? 4/3 ഗുണിക്കണം 7/1. ഇത് നമുക്ക് ഒരു പഠനോപകരണം കൊണ്ട് ഇതിൻ്റെ ഉത്തരം കണ്ടെത്തിയാലോ? നിങ്ങൾ റെഡിയല്ലേ? ഇതെത്രയാണ്? അതെ, 4/3 മഞ്ഞ നിറം കൊടുത്തിരിക്കുന്നത്. ഒരു A4നെ 4 സമഭാഗങ്ങളാക്കിയതിൽ 3 ഭാഗങ്ങൾക്കാണ് മഞ്ഞ നിറം കൊടുത്തിരിക്കുന്നത്. അതായത് മഞ്ഞ നിറം കൊടുത്തിരിക്കുന്ന ഭാഗം 4/3. നമുക്ക് കണ്ടെത്തേണ്ടത് 4/3ൻ്റെ 7/1 ഭാഗമാണ്. നോക്കൂ മക്കളെ, ഇത് നോക്കൂ. ഒരു A4 പേപ്പറിനെ 7 സമഭാഗങ്ങളാക്കി അതിൽ ഒരു ഭാഗമാണ് നീല നിറം കൊടുത്തിരിക്കുന്നത്. അതായത് നീല നിറം കൊടുത്ത ഭാഗം ആകെയുള്ളതിൻ്റെ 7/1. നമുക്ക് കാണേണ്ടത് 4/3ൻ്റെ 7/1 ഭാഗമാണ്. നമുക്ക് കണ്ടെത്താം 4/3ൻ്റെ 7/1 ഭാഗം. ഇവിടെ നിങ്ങൾ കുറേ കളങ്ങൾ കാണുന്നുണ്ട് അല്ലേ? ആകെ എത്ര കളങ്ങളുണ്ട് എണ്ണി നോക്കൂ. എത്രയാണ്? അതെ, 28 കളങ്ങൾ.
ഇതിൽ നീല നിറവും അതുപോലെ മഞ്ഞ നിറവും ഒന്നിച്ചു ചേർന്ന് വരുന്ന എത്ര കളങ്ങളുണ്ട്? അതാണല്ലോ 4/3 1/7 ഭാഗം. മഞ്ഞ നിറവും നീല നിറവും ചേർന്ന് വരുന്ന എത്ര കളങ്ങളാണ് അവിടെ ഉള്ളത്? നോക്കൂ, അതെ, 3 കളങ്ങൾ. ആകെ എത്ര കളങ്ങളാണ്? 28 കളങ്ങൾ. അങ്ങനെയാണെങ്കിൽ 4/3 1/7 ഭാഗം എത്രയാണ്? പറയൂ. അതെ, 28ൽ 3 ഭാഗം. നമുക്കത് ഉത്തരം എഴുതിക്കൂടെ? ഇവിടെ നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ അതിൻ്റെ അംശങ്ങൾ തമ്മിൽ ഗുണിച്ച് അംശമായി എഴുതി ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ച് ഛേദമായും ലഭിക്കും എന്ന് പറഞ്ഞു. നമ്മുടെ പഠനോപകരണത്തിലൂടെ നമുക്കത് തെളിയിക്കാനും പറ്റി, അല്ലേ മക്കളെ? 3 ഗുണിക്കണം 1 സമം 3, 4 ഗുണിക്കണം 7 സമം 28. അതായത് 4/3 1/7 ഭാഗം എന്നത് 28ൽ 3 ഇന്നത്തെ ക്ലാസ് നമ്മൾ ജാമിൻ്റെ കണക്കിലൂടെ ഭക്ഷ്യക്കിറ്റിലൂടെ പറഞ്ഞു വന്നു. ഇഷ്ടമായോ മക്കളെ? പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ഇഷ്ടമായി അല്ലേ? അതായത് എന്താണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്? നിങ്ങൾ തന്നെ പറയൂ. ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഗുണിക്കുന്നതാണ് പഠിച്ചത്. ഇനി ഭിന്നസംഖ്യയെ ഭിന്നസംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ ഉത്തരം കിട്ടാനുള്ള മാർഗം നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അതുകൂടി നമുക്ക് പറഞ്ഞു നോക്കാം. അതായത് ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ അംശങ്ങൾ തമ്മിൽ ഗുണിച്ച് അംശമായും ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ച് ഛേദമായും എഴുതിയാൽ മതി. കൂട്ടുകാരെ, ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 40 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണേ. കൂടാതെ ഈ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തൂ. മക്കളെ, എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടോ? ഇനി ഭിന്നസംഖ്യയുടെ ഇനിയുമുള്ള കുറേ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.